ഇന്നത്തെ സ്പെഷ്യൽ ഗീ റൈസ്. എളുപ്പത്തിലും എന്നാൽ രുചിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസ്. അമ്മ സ്പെഷ്യൽ ഗീ റൈസ്. എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ഗീ റൈസും ചിക്കൻ കറിയും. ചിക്കൻ 65 ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, അതെൻ്റെ മക്കൾക്ക്. അപ്പം ആദ്യം ഒരു അത്യാവശ്യം നമുക്ക് എത്ര ഉണ്ടാക്കണോ അത്രയും ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാനുള്ള കാരണം, ഗീ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ചെറിയൊരു അലർജി ഉണ്ട്. അപ്പോൾ അത് ഗീ റൈസിന് ഗീ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗീ ഇടാൻ ശ്രദ്ധിക്കുക. കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആദ്യം പട്ട ഗ്രാമ്പു ഏലക്ക തുടങ്ങിയവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി, നിറം മാറണമെന്നില്ല. ഗീ റൈസിൽ സവാള അങ്ങനെ വാട്ടിയിടേണ്ട ആഗ്രഹമുള്ളവർക്ക് ലാസ്റ്റ് അങ്ങനെ ചെയ്യാൻ കേട്ടോ. ഇതിന് അതൊന്നും ചെയ്യുന്നില്ല. എൻ്റെ മക്കൾക്ക് അതെല്ലാം അലർജി ചെയ്തുകൊണ്ട് ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമെന്നാൽ വളരെ രുചിയുമായിട്ടുള്ളൊരു ഗീ റൈസാണിത്. അപ്പം ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട്, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത പാത്രത്തിൽ ചിക്കൻ കറി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ ഞാൻ അരി ഇട്ടു, അതൊന്ന് വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പം നമ്മൾ 1 ഗ്ലാസ് അരിയാണോ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഈ അരി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്ക് ഇതുപോലെ വേകണം. ഇതുപോലെ വെന്ത് വരുന്നവരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വെറുതെ ഇളക്കി അതിന് കുഴപ്പിക്കരുതെന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഈ അരി കണ്ട് നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നല്ല വെന്തിട്ടുള്ള, എന്നാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ കൊഴിഞ്ഞു പോകുകയോ ചെയ്യാത്തൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം അത് റെഡി. ഇനി ഞാൻ പറഞ്ഞത് ചിക്കൻ 65. ഈ ചിക്കൻ 65ൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ 65ഉം കൂടിയുള്ള ഒരു ഡിന്നറാണ് കേട്ടോ. അത് രാത്രിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, പരീക്ഷിച്ച് നോക്കുക. ടേസ്റ്റ് എന്താ പറയുക, ഞാൻ പറയുന്ന ഒരുപാട് നല്ല ടേസ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ പൊക്കി പറയുന്നില്ല, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ രുചികരമായുള്ളൊരു വിഭവം തന്നെയാണ് ഈ നെയ്ച്ചോറ്. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കുക. നല്ല വെന്ത് അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കാത്ത ലെവലിലുള്ള ഒരു നെയ്ച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം ചിക്കനൊക്കെ വറുത്ത് ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവരെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിച്ചാലോ. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന തിരക്കിലായിരുന്നു. ഞാനിത് വിളമ്പിയിട്ട് ഒരു 2-3 വട്ടം വിളിച്ചു, എന്നിട്ടാണ് എത്തിയത്. അപ്പോൾ വലിയ ആളോട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞത്. അവനെ വിളിച്ച് ടേസ്റ്റ് നോക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുത്താലോ. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.